റോഷിപാൽ, ഡോക്ടർ ഹാരിസിന്റെ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഗുരുതര സാഹചര്യം അതാ വകുപ്പ് മേധാവി തന്നെ പങ്കുവെക്കുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഒരുപക്ഷെ മകന്റെ പ്രായമുള്ള ആ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നതുകൊണ്ടാകാം ഇത്തരമൊരു പൊട്ടിത്തെറിക്കുന്ന പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ DME ഇപ്പോൾ ഇതെല്ലാം തള്ളുകയാണ്. മാത്രമല്ല ഡോക്ടർക്കെതിരെ അന്വേഷണം ഉണ്ടാകും, അദ്ദേഹത്തോട് വിശദീകരണം തേടുമെന്നാണ് അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഈ വകുപ്പ് മേധാവി പറയുന്നത് തന്നെയല്ലേ? വിനിത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മേധാവിയാണ് തൻ്റെ നിസ്സഹായത സാമൂഹ്യ മാധ്യമത്തിലൂടെ വിവരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയതിൻ്റെ കാരണം കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദീകരിക്കുന്നുണ്ട്. നിരവധി തവണ സർക്കാരിനെ സമീപിച്ച് ആവശ്യമായ ഉപകരണങ്ങൾ ആവശ്യപ്പെടുന്നു, പക്ഷേ അതിൽ തീരുമാനമാകുന്നില്ല. ഒടുവിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ പോലും തുടർച്ചയായി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നിസ്സഹായതയോടെ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പായി എഴുതുന്നത്. അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയാൽ ഉണ്ടാകുന്ന തനിക്ക് ജോലിയിലുണ്ടാകുന്ന പ്രത്യാഘാതം കൂടി കണക്കിലെടുക്കാതെയാണ് ഡോക്ടർ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നത്. തനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സാധാരണക്കാർക്ക് കൃത്യമായ ചികിത്സയെങ്കിലും ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയാണ്. ജോലി രാജിവെക്കാനുള്ള ഒരു സന്നദ്ധത കൂടി സാമൂഹ്യ മാധ്യമത്തിൽ ഡോക്ടർ ഹാരിസ് എഴുതുന്നുണ്ട്. അത്രയും വലിയ നിവൃത്തികേടാണ്. തനിക്ക് മുന്നിലെത്തുന്ന രോഗിയുടെ അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി കഴിഞ്ഞാൽ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല, കൃത്യമായി മരുന്നുകളില്ല, പരിശോധനാ ഫലം പോലും കൃത്യമായി ലഭിക്കില്ല. അങ്ങനെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. കൃത്യമായി സ്കാനിങ്ങിന് പോലും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഒരു രോഗി. അവർ അവിടെ പുറത്തുള്ള സ്വകാര്യ ലാബിൽ വലിയ തുക നൽകി സ്കാനിങ് എടുക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് സ്കാനിങ് റിസൾട്ട് ആവശ്യമുള്ള രോഗികളുണ്ടാകും. അവിടെ ആശുപത്രിയിലുള്ള സ്കാനിങ് മെഷീനിൽ അവിടെ സ്കാനിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് ആ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ലഭിക്കുന്നത്. അപ്പോഴേക്കും രോഗിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാകും. അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെയുള്ള നല്ലവരായ പല ഡോക്ടർമാരും അവർ മുൻകൈയെടുത്ത് ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ നിസ്സഹായതയോടെ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് അവർ ഈ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുന്നത്. വളരെ ഗുരുതരമായ സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് ആ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോളജി വിഭാഗം മേധാവി തന്നെ എഴുതുമ്പോൾ അതിൻ്റെ ആ ഗുരുതരാവസ്ഥ, അതിൻ്റെ വ്യാപ്തി നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും രോഗികൾ പ്രതികരിക്കാൻ വകുപ്പ് തല അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകാം, തന്നെ ഒറ്റപ്പെടുത്തിയേക്കാം എന്നൊക്കെ ബോധ്യത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിട്ടുണ്ടാവുക. DME കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മുടങ്ങിയത് എന്ന് പറയുന്നത്. ഏതായാലും ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട്, അവിടെ ഉപകരണം ഇല്ലാത്തതിനാൽ എന്നതാണ്. ഒരു പ്രോബില്ല, ഉപകരണം കേടായിട്ടില്ല എന്നൊക്കെ DME വിശദീകരിക്കുമ്പോഴും ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളിൽ അവിടുത്തെ സാഹചര്യം എന്തെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ രോഗികൾ കാത്തിരിക്കേണ്ടി വരുന്നതിന് ഞങ്ങൾ ഡോക്ടർമാരല്ല ഉത്തരവാദികളെന്ന് അദ്ദേഹം ഒരു വിശദീകരണം ഈ സമൂഹത്തിന് മുന്നിൽ കൂടി വെക്കുകയാണ്. വിനീത, അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം പലപ്പോഴായി ആശുപത്രിയിൽ രോഗികൾ എത്തുമ്പോൾ കൃത്യമായ ചികിത്സ ലഭിക്കാതിരിക്കുമ്പോൾ അവരുടെ മെഡിക്കൽ പരിശോധനകൾ വൈകുമ്പോൾ ശസ്ത്രക്രിയകൾ വൈകുമ്പോഴൊക്കെ അവർ സാധാരണ പരാതി ഉയർത്താറുള്ളത് ആ ആശുപത്രിയിലെ ജീവനക്കാരോടാണ്. പക്ഷേ അവർ അല്ല കാരണക്കാർ.